നമസ്കാരം 9 മണി ഒറ്റനോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് സേനയിലെ അടിമപ്പണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ. ദാസ്യപ്പണിക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകാനാണ് തീരുമാനം. ജില്ല തിരിച്ചുള്ള കണക്ക് ശേഖരിച്ച ശേഷം ബുധനാഴ്ച പരാതി നൽകാനാണ് അസോസിയേഷൻ ആലോചിക്കുന്നത്. വിശദാംശങ്ങളുമായി ബി വിനോദ് ചേരുകയാണ്. വിനോദ്, പോലീസ് സേനയിലെ അടിമപ്പണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഗോപിക, അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ മുൻ ഡിജിപിമാരുടെ ഉത്തരവുകൾ നിലനിന്നിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ഉൾപ്പെടെ ഇടപെടലും ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ദാസ്യപ്പണി അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. എല്ലാ തരത്തിലും അവരെ ദുരുപയോഗം ചെയ്യുക, വീട്ടു ജോലി ചെയ്യുക, ക്യാമ്പ് ഓഫീസിൽ ജോലി ചെയ്യുക, ഇത്തരത്തിൽ ക്യാമ്പ് ഫോളോവർമാരെ വളരെ ക്രൂരമായി തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ സമീപിച്ചിരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ അതിശക്തമായ നിലപാടുമായി ക്യാമ്പ് ഫോളോവർമാർ രംഗത്തേക്ക് വരുന്നു. അവർ പോലീസിലെ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവർക്കിപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. അവർ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും നേരിട്ട് പരാതി കൊടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. കണക്കെടുപ്പ് തുടരുകയാണ്. പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ തന്നെ ക്യാമ്പ് ഫോളോവരെ മടക്കി ക്യാമ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിർബന്ധപൂർവം ക്യാമ്പ് ഫോളോവർമാരെ അവരുടെ വീടുകളിൽ നിർത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കണക്കെടുത്ത് ബുധനാഴ്ചയോടുകൂടി പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന പരിപാടി വൈകിട്ട് തിരുവനന്തപുരത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം കടുത്ത നിലപാടാണ്. ഡ്രൈവറെ ADGPയുടെ മകൾ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ADGPമാരുടെയും മറ്റ് ഉന്നത DGPമാർ, ഏതാണ്ട് 9 DGPമാരുണ്ട്. അവരുടെയൊക്കെ വീടുകളിലുള്ള ക്യാമ്പ് ഫോളോവർമാരെയൊക്കെ തന്നെ മടക്കുന്ന നടപടികളിലേക്ക് സർക്കാർ പോകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഗോപിക, പോലീസ് സേനയിലെ അടിമപ്പണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വരുന്നു. വിശദാംശങ്ങളാണ് ബി വിനോദ് നൽകിയത്. പാർക്കിന് താഴിട്ടു അൻവർ MLA കുരുക്കിൽ. കോഴിക്കോട് കക്കടാംപൊയിലിൽ PV അൻവർ MLAയുടെ വാട്ടർ തീം പാർക്കിലെ വൻ ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ച് കൂടരഞ്ഞ് വില്ലേജ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് തഹസിൽദാർക്ക് കൈമാറും. ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വ്യക്തമായത്. PV അൻവർ MLAയുടെ വാട്ടർ തീം പാർക്കിലെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച റിപ്പോർട്ട് താമരശ്ശേരി തഹസിൽദാർ മുഹമ്മദ് റഫീഖിന് കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ രാമചന്ദ്രൻ കൈമാറും. പാർക്കിനകത്ത് 130 മീറ്റർ നീളത്തിലും 60 മീറ്റർ വീതിയിലും ഉരുൾപൊട്ടലുണ്ടായെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. വൻ ഉരുൾപൊട്ടലിനെ കുറിച്ച് പ്രദേശവാസിയായ ജിജോ പറയുന്നത് ഇങ്ങനെ: ഈ രണ്ട് സംഭവങ്ങളും അതീവ പരിസ്ഥിതിലോല പ്രദേശത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിന് വളരെ വ്യക്തമായിട്ട് തെളിവാണ്. ഇതിനിടെ ജിയോളജി സംഘം പാർക്കിൽ പരിശോധന നടത്തി. രഹസ്യമായാണ് ഇവർ പാർക്കിലെത്തിയത്. ഉരുൾപൊട്ടൽ വിവരം ന്യൂസ് 18 പുറത്തു വന്നിട്ടും ദുരന്ത നിവാരണ വകുപ്പ് അധികൃതർ പാർക്ക് സന്ദർശിച്ചിട്ടില്ല. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ദുരന്ത ഭീതിയൊഴിയാതെ കട്ടിപ്പാറ. കട്ടിപ്പാറ കരിഞ്ചോലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ നഫീസയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആയി. ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കളുടെയും സന്നദ്ധ സംഘടനാ നേതാക്കളുടെയും യോഗം ഇന്ന് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേരും. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ കരിഞ്ചോല മലയുടെ അടിവാരത്തും ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയിടങ്ങളിലുമാവും തിരച്ചിൽ നടത്തുക. ഇന്നലെ നടത്തിയ തിരച്ചിലിൽ കരിഞ്ചോല ഹസന്റെ ഭാര്യ ആസിയയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇതോടെ ഹസന്റെ കുടുംബത്തിൽ നിന്ന് മാത്രം മരിച്ചവരുടെ എണ്ണം 8 ആയി. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ തിരച്ചിലിന് തടസ്സമാവുന്നുണ്ട്. വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെയാണ് തിരച്ചിൽ നടത്തുന്നത്. കരിഞ്ചോലമലയ്ക്ക് മുകളിലെ അനധികൃത നിർമ്മാണത്തിന് കാരണം പ്രാദേശിക ഭരണകൂടത്തിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് പ്രദേശം സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് സുധീരൻ പറഞ്ഞു. ദുരന്തബാധിതർക്ക് എത്രയും വേഗം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. അടിയന്തരമായി സർക്കാർ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന്, കാരണം നിരാലംബരായ പാവപ്പെട്ടവരാണ്, ജീവിതത്തിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് മരണമടഞ്ഞതും ഈ ദുരിതത്തിന് ഇരയായിട്ടുള്ളത്. അവരെ രക്ഷിക്കുന്നതിന്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമഗ്രമായൊരു പാക്കേജ്
അടിയന്തരമായി സർക്കാർ പ്രഖ്യാപിക്കണം. ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളുടെയും സന്നദ്ധ സംഘടനാ നേതാക്കളുടെയും യോഗം ഇന്ന് രാവിലെ 9 മണിക്ക് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേരും. 2 മണിക്ക് സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാന പ്രസിഡന്റിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തൃശൂരിൽ ചേരും. യോഗത്തിൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് പാലക്കാട് വിളിച്ചു ചേർത്ത ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിനെതിരെ സംസ്ഥാന നേതാക്കൾ നൽകിയ പരാതിയുടെ സാഹചര്യത്തിലാണ് കോർ കമ്മിറ്റി യോഗം നടക്കുന്നത്. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് E. കൃഷ്ണന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് 3 ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നിരുന്നു. K. സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ മുരളീധര പക്ഷം ഒത്തുകളിക്കുകയാണ് എന്നാണ് PK കൃഷ്ണദാസ് വിഭാഗത്തിന്റെ ആരോപണം. യുവാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ KB ഗണേഷ് കുമാർ MLAക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് BJP ഇന്ന് മാർച്ച് നടത്തും. KB ഗണേഷ് കുമാർ MLAയുടെ പത്തനാപുരത്തെ ഓഫീസിലേക്കാണ് മാർച്ച്. കേരള കോൺഗ്രസ് ബിയുടെ വനിതാ വിഭാഗം പ്രവർത്തകരുടെ ഐക്യദാർഢ്യ പ്രകടനവും ഇന്ന് പത്തനാപുരത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന് ജന്മനാട്ടിൽ സ്വീകരണം. ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി നാട്ടിലെത്തിയ കുമ്മനത്തെ പൌരാവലി ആദരിച്ചു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടക്കം വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയത്. 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ സ്വീകരണത്തിന് വേദിയായപ്പോൾ കുമ്മനത്തിന് അത് ഓർമ്മകളുടെ തിരിച്ചുവരവായിരുന്നു. പ്രസംഗം ഞാൻ കാണാപ്പാടം പഠിച്ചുകൊണ്ട് തന്നതാണ്. എൻ്റെ ജ്യേഷ്ഠൻ എഴുതി തയ്യാറാക്കി ഒരാഴ്ച മുമ്പ് തന്നെ തന്ന് ഞാനത് കാണാപ്പാടം പഠിച്ചിട്ടാണ് പ്രസംഗിക്കാൻ വന്നത്. പക്ഷേ പകുതി എത്തിയപ്പോൾ എൻ്റെ ഗ്യാസ് പോയി. പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഓർക്കുന്നില്ല. ചമ്മി എന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം കൂടി അങ്ങ് ചിലർ കൈയടിക്കുന്നു, ചിലർ കളിയാക്കി. MP ഗോവിന്ദൻ സാർ പറഞ്ഞു തോളത്ത് തട്ടിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങ് പോയി. പക്ഷേ എൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചർ സരോജിനി അമ്മ സാർ എന്നോട് പറഞ്ഞു പ്രസംഗം ഉഗ്രനായി, അസലായി, അടുത്തതിന് നമുക്ക് ഇതിൽ കൂടി ഗംഭീരാക്കണം. പിന്നീട് പ്രസംഗ മത്സരത്തിൽ ഒന്നാമതായി. അധ്യാപകർ നൽകിയ പ്രോത്സാഹനം ഇന്നും ശക്തിയാണ്. നാട്ടുകാർക്ക് ഒരു വാഗ്ദാനവും നൽകിയാണ് കുമ്മനം പ്രസംഗം അവസാനിപ്പിച്ചത്. കുമ്മനത്തു നിന്നും കുറച്ചു പേരെങ്കിലും, കുറച്ച് കഴിയുന്നത്ര ആളുകൾ മിസോറോമിലേക്ക് വരണമെന്നാണ് എൻ്റെ ക്ഷണം. കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളാം. പോരെ, നീ അത് വിഷമിക്കണം. പരിപാടി കഴിഞ്ഞതോടെ സ്കൂളിന് തൊട്ടടുത്തുള്ള ജന്മഗൃഹമായ പാർവതി മന്ദിരത്തിലേക്ക് കൂടപ്പിറപ്പുകളുടെയും ബന്ധുക്കളുടെയും സ്നേഹമേറ്റുവാങ്ങി കുമ്മനം അവരിലൊരാളായി. പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ വീട്ടിൽ തങ്ങാതെ നാട്ടകം ഗസ്റ്റ് ഹൌസിലേക്ക് മടക്കാം. ന്യൂസ് 18 കോട്ടയം. നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിൽ ഇന്ന് വിധി. കേസിലെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണം എന്ന നടിയുടെ ആവശ്യത്തിലും കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. നടിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി പറയുക. കേസിലെ പ്രതികളായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ, അഡ്വക്കേറ്റ് രാജു ജോസഫ് എന്നിവർ നൽകിയ വിടുതൽ ഹർജിയിലും ഇന്ന് വിധി പറയും. അഭിഭാഷകർ എന്ന നിലയിലാണ് കേസിൽ ഇടപെട്ടത് എന്നാണ് ഇവരുടെ വാദം. ഗൌരി ലങ്കേഷിനെ നായയോടുപമിച്ച് ശ്രീരാമസേന അധ്യക്ഷൻ പ്രമോദ് മുത്തലിക്. ബംഗളൂരുവിലെ പൊതുയോഗത്തിലാണ് മുത്തലിക്കിന്റെ വിവാദ പരാമർശം. ഗൌരി വധത്തിന് പിന്നിലെ ഘാതകർക്ക് ശ്രീരാമസേനയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഈ വിവാദ പരാമർശം. കോൺഗ്രസ് ഭരണകാലത്ത് കർണാടകയിലും മഹാരാഷ്ട്രയിലുമായി 4 കൊലപാതകങ്ങൾ നടന്നു. കോൺഗ്രസ് സർക്കാരിന്റെ പരാജയത്തെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. മോദി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കർണാടകയിൽ ചില നായ്ക്കൾ മരിക്കുന്നതിൽ മോദി പ്രതികരിക്കുന്നത് എന്തിനാണെന്നായിരുന്നു മുത്തലിക്കിന്റെ വിവാദ പരാമർശം. ಈ 4 ಕೊಲೆಗಳಾದಂತದ್ದು ಮಹಾರಾಷ್ಟ್ರದಲ್ಲಿ ಇಬ್ಬರದು ಮತ್ತು ಕರ್ನಾಟಕದಲ್ಲಿ ಇಬ್ಬರದು. ಇವು 2 ಕೊಲೆ ಆದಂತ ಸಮಯದಲ್ಲಿ കോൺഗ്രസ് ആഡളിത ഇತ್ತು ಅಂತನ್ನುವಂತದ್ದು ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. പരാമർശം വിവാദമായതോടെ ഗൗരി ലങ്കേഷിനെ നായയോട് ഉപമിച്ചിട്ടില്ലെന്നും കർണാടകയിലെ എല്ലാ മരണങ്ങൾക്കും മോദി മറുപടി പറയേണ്ടതില്ലെന്നാണ് പ്രസംഗിച്ചതെന്നും മുത്തലിക് പിന്നീട് വിശദീകരിച്ചു. ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്താൻ വെടിയുതിർത്തെന്ന് സംശയിക്കുന്ന ശ്രീരാമസേന അംഗമായ പരശുറാം വാഗ്മറിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വീണ്ടും വാർത്തകളിലേക്ക്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുണ്ടായ വെടിവെപ്പിൽ 22 പേർക്ക് പരിക്കേറ്റു. ആർട്ട് ഫെസ്റ്റിവലിനിടെ 2 പേർ പ്രകോപനമില്ലാതെ ആളുകൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. ഇവർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ആക്രമികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരാക്രമിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. സംഭവസ്ഥലത്ത് നിന്ന് നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ആക്രമണത്തിന്റെ കാരണം അറിവായിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ തുടർച്ചയായ 2ാം ദിവസവും ചാവേർ ബോംബ് ആക്രമണം. ജലാലാബാദിൽ ഗവർണറുടെ വസതിക്ക് പുറത്തുണ്ടായ സ്ഫോടനത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത.
അപകടം നടന്ന സ്ഥലത്തിന് സമീപമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്നത്. താലിബാനിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ചയുണ്ടായ മറ്റൊരു ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36 വടക്ക് കിഴക്കൻ നൈജീരിയയിലുണ്ടായ ഇരട്ട ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് തടിച്ചുകൂടിയവർക്ക് നേരെ ആക്രമികൾ ഗ്രനേഡ് ആക്രമണവും നടത്തി. ഈദ് ആഘോഷങ്ങൾക്ക് എത്തിയവരെ ലക്ഷ്യമിട്ടായിരുന്നു ചാവേർ ആക്രമണം. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരം ആയതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ആക്രമണത്തിന് പിന്നിൽ ബൊക്കോ ഹറാമാണെന്നാണ് പ്രാഥമിക നിഗമനം. IAS ഉദ്യോഗസ്ഥരുടെ സമരം പിൻവലിക്കാൻ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിന് പുറത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മന്ത്രിമാരും നടത്തുന്ന പ്രതിഷേധം 8ാം ദിവസത്തിലേക്ക് കടന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുകയായിരുന്ന ആരോഗ്യമന്ത്രി സതീന്ദ്ര ജെയിനെ ഇന്നലെ അർദ്ധരാത്രി ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം സമരത്തിലാണ് എന്ന പ്രചാരണം ശരിയല്ല എന്നാണ് IAS അസോസിയേഷന്റെ നിലപാട്. IAS ഓഫീസർമാർ ജോലിയിൽ പ്രവേശിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ ഉറപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന മറ്റൊരു ഹർജിയും കോടതി പരിഗണിക്കും. തലസ്ഥാനത്തെ തീരദേശ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നരകതുല്യം. വർഷങ്ങളായി ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഒപ്പം വീട് നഷ്ടപ്പെട്ടവർ കൂടി എത്തിയതോടെ ഒരു മുറിയിൽ 4 കുടുംബങ്ങൾ വരെയായി. ശുചിത്വമില്ലായ്മ മൂലം രോഗങ്ങളുടെ പിടിയിലാണ് അന്തേവാസികളിൽ പലരും. കഴിഞ്ഞ ദിവസങ്ങളിലെ കടൽക്ഷോഭങ്ങളിൽ വീട് നഷ്ടപ്പെട്ട 10ഓളം കുടുംബങ്ങളാണ് വലിയതുറ UP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. ഇതോടെ ഒരു മുറിയിൽ 4 കുടുംബങ്ങൾ വരെയായി. സാധനങ്ങൾ സൂക്ഷിക്കാനോ ആഹാരം പാചകം ചെയ്യാനോ പോലും സ്ഥലമില്ല. കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നു. കക്കൂസുകൾ നിറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. ഞങ്ങളുടെ മക്കളെല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഓഗിയിൽ വന്നവരാണ്. ഇത് 8 മാസമായി. ആണുങ്ങളൊന്നും കടലിൽ പണിക്കൊന്നും പോണില്ല. വളരെ വിഷമത്തിലും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. റേഷൻ അരി തരുന്നു, അത് ഞങ്ങൾ കുത്തിയിരുന്ന് പിറക്കുമ്പോൾ ഒരു നേരമാകും വ്യാപിച്ചത് കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാൻ. ആഹാരമെന്ന് പറഞ്ഞ് ഈ 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ആരും ഇപ്പോൾ ഒരു ആഹാരം ഒന്നും കൊണ്ടുവരുന്നില്ല. സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്ന മക്കൾക്ക് നല്ലതുപോലെ പഠിക്കാനേ പറ്റുന്നില്ല. കൊതുകും ഉറളി എല്ലാം കാതിനകത്ത് എല്ലാമൊക്കെ വന്നെന്നൊക്കെ വീഴാണ്. പ്രദേശത്ത് 3 സ്കൂളുകളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 5 വർഷം മുൻപ് ക്യാമ്പിലെത്തിയവർ വരെയുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്കായി ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും അർഹരായ പലരും പട്ടികയ്ക്ക് പുറത്താണ്. ഇവിടെ വന്നിട്ട് കുറെ നാളുകളായി. ഇപ്പം കടലും കാറ്റൊക്കെ നിൽക്കുന്നുണ്ട്. പണിക്കൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് പണിക്ക് പോയാലേ നമ്മുടെ കുടുംബത്തിനെ നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിടന്നപ്പോഴത്തേക്ക് കൊതുക് ഉറള് ഇങ്ങനെ അട്ടയൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പിലേക്ക് മടങ്ങി വരാൻ മടിച്ച് രോഗം മാറിയിട്ടും ആശുപത്രിയിൽ തന്നെ കഴിയുന്നവർ പോലും ഉണ്ട് എന്നുള്ളത് ദുരിത ജീവിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഭൂമിയില്ലാത്തതിനാൽ വീട്ടുമുറ്റത്ത് ശവസംസ്കാരം നടത്തേണ്ട ഗതികേടിലാണ് പാലക്കാട് കട്ടപ്പാറ ആദിവാസി കോളനി നിവാസികൾ. 18 വീടുകളുള്ള കോളനിയിൽ പകുതിയോളം വീടുകളുടെ മുറ്റത്തും അടുക്കള ഭാഗത്തും ശവകുടീരങ്ങളാണ്. ഇവിടെ അമ്മ അതൊരു പേരക്കുട്ടിയുടെ ആ കോഴി നിൽക്കണം ഇവിടെ എൻ്റെ മകൻ്റെ കുട്ടി. പിന്നെ അനിയത്തിൻ്റെ ഒരു കെട്ടിയവേ, പിന്നെ അനിയത്തിൻ്റെ പിന്നെ രാഹുലിൻ്റെ അമ്മ, ഇതൊക്കെ അടക്കിയിട്ടുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ് അടക്കിയെടുക്കുന്നത്. ഒന്ന് താവും വീട്ടിന് മുറ്റത്ത്, ഒന്ന് അപ്പുറത്തെ വീട്ടിന് മുറ്റത്ത്, ഇങ്ങനെയൊക്കെ തന്നെ അടക്കിയെടുക്കുന്നത്. സ്ഥലമില്ല നമുക്ക്, തന്നിട്ടുമില്ല. ഇതുകൂടാതെ സ്ഥലത്ത് കൊണ്ട് അടക്കാനും സമ്മതിക്കില്ല. നമുക്ക് സ്ഥലം ചവക്കോട്ടയെ തരാണെങ്കിലല്ലേ നമുക്ക് അടക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്തതുകൊണ്ട് വീട്ടിന് മുറത്തിട്ട് തന്നെ എല്ലാം ചെയ്യുക. കടപ്പാറ ആദിവാസി കോളനിയിലെ കല്യാണി പറയുന്നത് ഒരു വീട്ടിലെ കാര്യമല്ല. കോളനിയിലെ പകുതിയോളം വീടുകളിലും ഇതാണ് അവസ്ഥ. കോളനിയിൽ ആരെങ്കിലും മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണില്ല. വീട്ടുമുറ്റത്തും അടുക്കള ഭാഗത്തും അടക്കം ചെയ്യണം. 18 വീടുകളുള്ള കോളനിയിൽ പകുതിയോളം വീടുകളുടെ മുറ്റത്തും ഈ കാഴ്ച കാണാം. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ ഈ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ഒന്നു മാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് വേണ്ടി സമരം നടത്തി. ഭൂമി നൽകാമെന്ന് സർക്കാർ വാഗ്ദാനവും നൽകി. പക്ഷേ ഇനിയും നടപ്പിലായിട്ടില്ല. ആവശ്യപ്പെടാൻ ജഡ്ജി വരെ നേരിട്ട് വന്ന് ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആലത്തൂരിൽ ജില്ലാ ജഡ്ജിയൊക്കെ ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങളതിൽ കമ്മിറ്റി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അയാളൊക്കെ ഓർഡിട്ടതാണ്. ആരും പണ്ട ഒരു കാര്യമില്ല. അന്നും പറഞ്ഞ് ഈ ഭൂമി കിട്ടട്ടെ. ഞങ്ങൾക്ക് ആ ഭൂമി കിട്ടി, ഞങ്ങൾ കയറിയ ഭൂമി ഞങ്ങൾക്ക് സത്യത്തിൽ ആളെന്ന് മൊത്തത്തിൽ അളന്ന് തന്നിരിക്കുന്ന ആ ഭൂമി ഞാൻ വേർതിരിച്ച് തന്ന് ഈ പ്ലാനും പത്തും ശരിയായി പെരേന്ന് മാറ്റി തന്നാൽ മാത്രമേ ഞങ്ങളുടെ കഷ്ടകാലം തീരുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതെന്തിനാ അവർ വൈകിക്കണമെന്ന് പറയില്ല. അപ്പോൾ ഇതിന് പകരം സ്ഥലം കൊടുക്കാൻ പറഞ്ഞ സ്ഥലം കൊടുത്തല്ലോ, എന്നിട്ടും വൈകിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഒരു പൊതുശ്മശാനം പോലുമില്ല.
ഇതിനായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഒരു മരണം നടന്നാൽ പോലും അടക്കം ചെയ്യാൻ ഒരു തുണ്ട് ഭൂമിയില്ല ഈ കോളനിയിൽ. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടുമുറ്റത്തും ഇത്തരത്തിലുള്ള ശവകുടീരങ്ങൾ കാണാം. ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് മേനി നടിക്കുന്ന കേരളത്തിലാണ് ഈ കാഴ്ച. ക്യാമറാമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മയ്യഴിയുടെ തീരവും തെരുവുകളും കാഴ്ചകളാക്കിയ ഫോട്ടോ പ്രദർശനം കൊച്ചിയിൽ ആരംഭിച്ചു. M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് പ്രദർശനം. ഫോട്ടോഗ്രാഫർ D. മനോജാണ് ചിത്രങ്ങൾ പകർത്തിയത്. എല്ലാമുണ്ട് ഇവിടെ. ഓളങ്ങൾക്കിടയിൽ പരന്നു നിവർന്ന തുമ്പികൾ പറന്നിറങ്ങുന്ന വെള്ളിയാംകല്ല. ഫ്രഞ്ചുകാല അധിനിവേശത്തിന്റെ അവശേഷിപ്പുകളായി മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവും കുന്നിലെ കൊടിമരവും സ്വാതന്ത്ര്യപ്രതിമയും വിളക്കുകാലുകളും നിറയുമ്പോൾ മയ്യഴി മാതാവും മിത്തമ്പലവും മയ്യഴി മക്കളുടെ എന്നത്തെയും പ്രാർത്ഥനയാകുന്നു. അങ്ങനെ വായിച്ച മനസ്സിൽ പതിഞ്ഞ പലതും ചിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു. മയ്യഴി ഒരേ സമയം കഥയും കാലവുമാണ്. സുന്ദരമായി അത് ഇഴപിരിച്ച M. മുകുന്ദൻ രചിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ കാഴ്ചകളാണ് പ്രദർശനം പരിചയപ്പെടുത്തുന്നത്. 1.5 വർഷത്തോളം എടുത്താണ് മനോജ് ചിത്രപരമ്പര പൂർത്തിയാക്കിയത്. പുതുതലമുറയെ ഒരു വായനയുടെ ഒരു തലത്തിലേക്ക് ക്ഷണിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ചിത്രങ്ങളുടെ പ്രദർശനം ഇതിനു മുൻപ് ഞാൻ ചെയ്ത ഖസാക്കിൻ്റെ പ്രദർശനത്തിന് ശേഷം തന്നെ നിരവധി ആളുകൾ ഒന്നുകൂടെ വായിക്കണം, അല്ലെങ്കിൽ നോവൽ വായിക്കണം, ഈ അടയാളങ്ങൾ കണ്ടിട്ട് അതിലെന്താണ് എന്ന കാഴ്ചപ്പാടായിരിക്കാം. മയ്യഴിയുടെ ഈ പ്രദർശനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായ ചെറുപ്പക്കാർ എൻ്റെ പടങ്ങൾ കാണുകയും വായിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 56 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. നോവലിലെ വരികൾ ചിത്രങ്ങളുടെ അടിക്കുറിപ്പുകളാകുന്നു. നേരത്തെ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും മനോജ് ചിത്രപരമ്പരയാക്കിയിട്ടുണ്ട്. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.